ഇന്നാണ് എൻ്റെ ഓഫീസിലെ ഓണപ്പരിപാടി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ പുത്തൻ ഡ്രസ്സ്. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ ആയിട്ടില്ലേ? ഇതാകുമ്പോൾ കുറച്ചൊരു ട്രഡീഷണൽ വെയറുമാണ്, കുറച്ചൊരു മോഡേൺ ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടുകയും ചെയ്യാം. സാരി എനിക്ക് വേണ്ട, ഞാൻ ആദ്യമേ തീരുമാനിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. നന്നായിട്ടില്ലേ? ഓഫീസിലെത്തിയ പിന്നെ പൂക്കളുടെ ഇതളൊക്കെ സെപ്പറേറ്റ് ചെയ്യലായിരുന്നു മെയിൻ പരിപാടി. ഇത്തവണ നമ്മൾ ഒട്ടും കുറച്ചിട്ടില്ല, ഒരുപാട് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കൂടുതൽ വന്ന ഫ്ലവേഴ്സ് എല്ലാവരും വീട്ടിലേക്ക് ഷെയർ ഇട്ട് എടുക്കുകയാണ് ചെയ്തത്. തലേ ദിവസം തന്നെ ഞാൻ പൂക്കളൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ചോക്ക് കൊണ്ടാണ് വരച്ച, ഞാൻ തന്നെയാണ് വരച്ചത്. ഞാനാണ് ഇവരുടെ കൂട്ടത്തിലെ കലാകാരി. സമൂഹം എന്നെ അംഗീകരിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള പൂക്കളം. ലാസ്റ്റ് ഒരു റൗണ്ടും കൂടി വരക്കണമായിരുന്നു. പിന്നെ സ്ഥലപരിമിതി കാരണം എൻ്റെ മൊത്തം കഴിവ് എനിക്ക് പുറത്തെടുക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ പൂക്കളം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് നമ്മുടെ ഓണസദ്യത്തത്. അതെത്തിയ പിന്നെ ഞാൻ അതിന്റെ പറയുക, സദ്യ എന്നെല്ലാം പറഞ്ഞാൽ ഇതാണ് സദ്യ. എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്ന് സൂപ്പർ ആയിരുന്നു. ഓരോ ഐറ്റംസ് വിളമ്പാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിയായിരുന്നു ഓഫീസിലുണ്ടായത്. കാരണം എളുപ്പമുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിളമ്പാൻ എടുത്തത്. പപ്പടം, പിന്നെ ഉപ്പേരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായത്. സദ്യേൻ്റെ കൂടെ രണ്ടു കൂട്ടം പായസം കൂടി വന്നപ്പോൾ പിന്നെ ഒന്നും പറയേ വേണ്ട, അത്രയ്ക്കും ഗംഭീര സദ്യ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു ഇലയിട്ടിരുന്ന് അങ്ങനെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഇക്കൊല്ലത്തെ ഓഫീസിലെ ഓണപരിപാടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്